ഓം ഗുരുവേ ശരണം. 18 സിദ്ധന്മാരെയും വണങ്ങിക്കൊണ്ട് അമാനുഷികമാകുന്ന ശക്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിനും തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുന്നതിനും വേണ്ടി വളരെ പവർഫുള്ളായ ഒരു മെഡിറ്റേഷനാണ് ഈ ജ്യോതിർ മെഡിറ്റേഷൻ. ഇത് കഴിവതും ബ്രാഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ലാത്ത പക്ഷവും ഇത് ചെയ്യാനായിട്ട് പറ്റും. ആദ്യമായി വേണ്ടത് നമ്മുടെ ഒരു കയ്യകലത്തിൽ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു വിളക്കോ കൊളുത്തി വെച്ച് ഒരു സ്റ്റൂളിന് പുറത്ത് അല്ലെങ്കിൽ ഒരു പൊക്കമുള്ള ഒരു വസ്തുവിൻ്റെ പുറത്ത് വെച്ച് നമ്മുടെ ആജ്ഞാചക്രത്തിന് നേരെ ആയിരിക്കണം ഈ ജ്വാല. ഈ ജ്വാലയിലേക്ക് നമ്മൾ ചിന്മുദ്ര പിടിച്ച് അല്ലെങ്കിൽ രണ്ട് കൈയും രണ്ട് കൈയുടെ വിരലുകളും കോർത്തിണക്കി മടിയിൽ വെച്ചുകൊണ്ട് ദീർഘമായ ശ്വാസം എടുത്ത് വിട്ട് 3 പ്രാവശ്യം എടുത്ത് വിട്ടുകൊണ്ട് ആ ജ്വാലയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും ഇരിക്കണം. ആ ജ്വാലയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആജ്ഞാചക്രം പുരികങ്ങളുടെയും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ആ ആജ്ഞാചക്രത്തിലൂടെ ആജ്ഞാചക്രത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതിലൂടെ ആ ജ്വാലയിലേക്ക് നോക്കിയിരിക്കുക. 15 മിനിറ്റ് സമയമെങ്കിലും കുറഞ്ഞ പക്ഷം ആ ജ്വാലയിലേക്ക് തന്നെ നോക്കിയിരിക്കണം. ആ ജ്വാലയ്ക്ക് ചുറ്റും വർത്തിക്കുന്ന ആ പ്രഭയിലേക്ക് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കണം. അങ്ങനെ നോക്കിയിരിക്കുന്നതിലൂടെ ആ ജ്വാല നമ്മളുടെ ആജ്ഞാചക്രവുമായി കണക്റ്റ് ചെയ്ത് ആജ്ഞാചക്രത്തിലേക്ക് ആ ജ്വാലയുടെ ശക്തി, ആ ജ്വാലയുടെ പ്രഭ ആജ്ഞാചക്രത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ നമ്മളുടെ ശരീരവും മനസ്സും ആത്മാവും ചൈതന്യവത്തായി തീരുവാനായി ഇടയാകുന്നതാണ്. 15 മിനിറ്റ് സമയം കഴിയുന്നതോടുകൂടി കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയിരിക്കുക. അപ്പോൾ ആജ്ഞാചക്രത്തിൽ ഒരു തീനാളം, ഒരു തീക്കനൽ പോലെ ചുവന്ന ഒരു ബിന്ദു നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഇങ്ങനെ ആടി ഉലയുന്നതായി നമുക്ക് കാണുവാനായി പറ്റും. ആ കനൽ ജ്വാല എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ടേക്ക് നമ്മുടെ ദൃഷ്ടി കൊടുത്തങ്ങ് വിടുക. മനസ്സിനെ ആ ജ്വാലയുടെ പുറകിലേക്ക് സഞ്ചരിക്കുക. അത് എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ടേക്ക് തന്നെ നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. എപ്പോഴാണോ ആ തീജ്വാല മറയുന്നത് ആ സമയം വരെയും അതിൽ തന്നെ ശ്രദ്ധ ചെലുത്തി ഇരിക്കുക. അത് പൂർണ്ണമായും മറഞ്ഞു പോകുന്നത് വരെ ഈ ശ്രദ്ധ അങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കണം. ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മുടെ തേർഡ് ഐ ചക്രയിൽ പ്രകാശം ജ്വലിക്കുകയും ത്രികാലജ്ഞാനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിലുള്ള ഒരു മഹാശക്തി നമ്മളിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളെയും നമുക്ക് മുൻകൂട്ടി എത്തിച്ചു തരും. എന്ത് കാര്യമാണോ ഇവിടെ നടക്കാൻ പോകുന്നത് ആ കാര്യങ്ങളൊക്കെയും മുന്നേ തന്നെ നമുക്ക് അറിയുവാനായി സാധിക്കും. ഇങ്ങനെയാണ്
ത്രികാലജ്ഞാനം നേടിയിട്ടുള്ള ആത്മപുരുഷന്മാർ ജ്ഞാനത്തെ കണ്ടെത്തിയിരുന്നത്. വളരെ പവർഫുള്ളായ ഒരു മെഡിറ്റേഷനാണ് ഇത്. എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. രാത്രി സമയത്തും ഇത് ചെയ്യാൻ പറ്റും. എന്നാൽ 100% റിസൾട്ട് കിട്ടുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഈ പ്രക്രിയ ചെയ്യുന്നതാണ്. ഇത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാകാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദീപം കൊളുത്തി വെച്ചാകാം, ചിരാതുകളൊക്കെ കത്തിച്ച് വെച്ചാകാം. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആജ്ഞാചക്രത്തിന് നേരെയായിരിക്കണം ഈ ജ്വാല എന്നുള്ളതാണ്. ഈ മെഡിറ്റേഷനിലൂടെ അമാനുഷികമാകുന്ന ശക്തികളും നമ്മുടെ ശരീരവും മനസ്സും ചൈതന്യവത്തായി തീരുന്നതുമാണ്. ധന അഭിവൃദ്ധി നമ്മളിലേക്ക് എത്തിച്ചേരും. ബുദ്ധിയും വിദ്യയും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുവാനും നമ്മളുടെ കർമ്മങ്ങളൊക്കെയും നമ്മളിൽ നിന്ന് മാറി പുതിയ ഒരു ഊർജം, പുതിയ ഒരു ശക്തി നമ്മളിലേക്ക് എത്തിച്ചേരുവാനായും സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണിത്. ഈ പ്രക്രിയ എല്ലാവരും ചെയ്തു നോക്കുക. നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. ഗുരുവേ നമഃ, ഗുരുവേ നമഃ, ഗുരുവേ നമഃ.